ഈ പുഴയും കടന്ന് പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയുടെ വിനീതിൻ്റെ വിവാഹശേഷം അവരുടെ മുറിയിൽ വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം അച്ചമ്മയും കാവേരിയും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാവേരിയും യമുനയും കൂടെ ഗംഗയെ മുറിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഗംഗയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ല, എന്നാൽ കാവേരിയുടെ യമുനയുടെ മുഖത്തൊക്കെ നല്ല സന്തോഷമുണ്ട്. അതിനുശേഷം വിനീതും ഗംഗയും കൂടെ മുറിയിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിറ്റേന്ന് നേരം വിളക്കുന്നുണ്ട്. നിവിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. രാജലക്ഷ്മി ആണെങ്കിൽ നിവിൻ എണീച്ച് വരുന്നത് നോക്കി നിൽക്കുകയാണ്. അന്നേരം പറയാണ്, ഇന്നലെ ഒരു കള്ളക്കല്യാണം നടന്നെന്ന് അറിഞ്ഞല്ലോ അമ്പലത്തിൽ, നീ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് രാജലക്ഷ്മി നിവിനോട് പറയാണ്. അപ്പോൾ നിവിൻ പറയാണ്, അത് കള്ളക്കല്യാണമൊന്നും അല്ല, അത് നേരായിട്ടുള്ള കല്യാണം തന്നെയാണ്. അത് എൻ്റെ കൂട്ടുകാരൻ വിനീതും ഗംഗയും തമ്മിലുള്ള കല്യാണമാണ് നടന്നതെന്ന് പറയാണ്. അതൊക്കെ അറിഞ്ഞ്, പക്ഷെ അതൊരു കള്ളക്കല്യാണമായിരുന്നല്ലോ. നീ എന്തിനാ അവിടെ അതിന് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്തു കൊടുത്ത് അവരെ കൂടെ തന്നെ നീ ഉണ്ടായിരുന്നെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അപ്പം നിവിൻ പറയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്, ഞാനായിരുന്നു അവൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂട്ടു നിന്നേന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രാജലക്ഷ്മി നിവിനായിട്ടങ്ങ് വഴക്കുണ്ടാക്കുവാണ്. ഇനി നീ അവിടെ പോവല്ലേ, നീ ഇനി അവിടെ പോകത്തില്ലെന്ന് എനിക്ക് തലയിൽ തൊട്ട് സത്യം ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞ് നിവിനുമായിട്ട് ഭയങ്കര വഴക്കെടുക്കുകയാണ്. നിവിനാണെങ്കിൽ അതിനൊക്കെ നല്ല മറുപടിയാണെങ്കിൽ രാജലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിവിൻ ചോദിക്കുകയാണ്, ഈ അമ്മയെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഇനി ഞാൻ അങ്ങോട്ട് പോകത്തില്ലെന്ന് പറയേണ്ടത് അമ്മയുടെ ആവശ്യമാണോ അതോ ജയപാൽ അങ്കിളിൻ്റെ ആവശ്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജലക്ഷ്മി ഇങ്ങനെ വീണ്ടും നിവിനോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നിവിനാണെങ്കിൽ ഒരു മൈൻഡും കൊടുക്കത്തില്ല. നിവിൻ ഇനിയും കാവേരി അടുത്തേക്ക് പോകുമെന്ന് തന്നെ പറയുകയാണ്. ഇവിടെ കാവേരിയുടെ വീട്ടിലാണെങ്കിൽ രാവിലെ ശാരദയും അച്ചമ്മയും കൂടെ ഒക്കെ മുറ്റത്ത് ഇരിക്കുമ്പം ഗംഗ എണീച്ച് വരികയാണ്. ഗംഗ എണീച്ച് വരുമ്പോൾ തന്നെ അച്ചമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മോളെ ഇന്നലെ ഉറക്കമൊക്കെ നന്നായിട്ട് നടന്നോ, നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശാരദ വന്നിട്ട് അച്ചമ്മടുത്ത് ചോദിക്കുകയാണ്, അച്ചമ്മ എന്തേ പറയുന്നത്, കാവേരി അവിടെ നിൽപ്പുണ്ട്, അവൾ കേൾക്കുകയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം അച്ചമ്മ ചോദിക്കുകയാണ്, അതെന്താ അവൾ ഇല്ല കുഞ്ഞാണോ, അവൾ ഇതിലൊക്കെ PhD എടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് കാവേരി ഇവർ രണ്ടുപേരും കൂടെ എന്താ പതുക്കെ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരെടുത്തും വന്നിങ്ങനെ ഒളിഞ്ഞ് കേൾക്കാൻ വന്ന് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.